ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക മസാല ഫ്രൈ ആണ്. ഇതിന് അധികം മൂക്കാത്ത ഇളം വെണ്ടക്ക കുറച്ചെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നെടുകെ കീറുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സാക്കി 10 മിനിറ്റ് വയ്ക്കുക. നന്നായി 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നന്നായി മസാലയൊക്കെ പിടിക്കും. ഇത് പെട്ടെന്ന് തന്നെ മസാല പിടിക്കും. അപ്പോൾ 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അതിന് ശേഷം ഒരു പാൻ വയ്ക്കുക. അതിൽ കുറച്ച് പാൻ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മസാല ചേർത്ത വെണ്ടക്ക ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് വെണ്ടക്ക ഫുള്ള് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ വെണ്ടക്കായൽ വെളിച്ചെണ്ണയായിട്ട് നന്നായി മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത് ഫുള്ള് വേവാവുന്നേക്കാളും മുന്നേ 2 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി ഒന്നും കൂടി തുറന്ന് നോക്കണം. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സബോളയും 2 പച്ചമുളകും ഒന്ന് ചേർത്ത് പിന്നെയും ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ്. വീണ്ടും സബോളയും പച്ചമുളകും ചേർത്തതിന് ശേഷം ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റിയായ ഒരു ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്ക് സബോളയും പച്ചമുളകും ഞാൻ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. കാരണം ഈ സബോള മേലേക്ക് മാത്രം കെടുക്കാണ്ട് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് മൂടി വെക്കുക. ഒരു 2 മിനിറ്റൊക്കെ മാക്സിമം 2 മിനിറ്റ് മതിയാവും. എന്നിട്ട് നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കി കഴിഞ്ഞാൽ ടേസ്റ്റി വെണ്ടക്കായ ഫ്രൈ റെഡി ആയിട്ടുണ്ട്.